എനിക്കാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്ന ആളാരാ? ഒരു പൊടിക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് സ്വന്തമായിട്ട് മനസ്സിലുള്ളതാരാ? സ്വാഭാവികം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ പൊസസീവ് ആരാ? ഏറ്റവും കൂടുതൽ സ്വാർത്ഥത. സ്വാർത്ഥൻ. അതിന് മറ്റുള്ളവരോട് മിണ്ടാൻ പാടില്ല, മെസ്സേജ് അയക്കാൻ പാടില്ല. എന്റേതാണ് നീ എന്റേത് മാത്രമാണ്. ഇവര് ഭയങ്കര ഇന്റലിജന്റ് ആണ് പോണെ. ശരി, ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഫോൺ വിളിക്കുന്നത് ആരാ? ഒരു ദിവസം ഷിയാസ്ന. ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഫോൺ വിളിക്കുന്നത് ഷിയാസ. ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഫോൺ വിളിക്കുന്നത് ആരാ? ഓക്കെ, അത് മാത്രം റൈറ്റ് ആൻസർ. ഒന്ന് കൈയടിച്ചു കൊടുക്കാം. ഇതില് ഏറ്റവും വലിയ സിംഗർ, ഞാൻ ഗായകൻ എന്ന് പറഞ്ഞിട്ടില്ല, ഗായിക എന്ന് പറഞ്ഞിട്ടില്ല, ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ സിംഗർ ആരാ? എന്റെ താരെ ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണോ? തനിക്കൊരു ലേശം സ്വന്തം കൈവശം കുറച്ചധികം നന്നായിട്ട് പാട്ട് പറയാം. ഓക്കെ, അടുത്തത്. സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ഇതിൽ ഏറ്റവും കൂടുതൽ തല്ലിപ്പൊളി കൗണ്ടർ പറയുന്നത് ആരാ? കോൺഫിഡന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ തല്ലിപ്പൊളി കൗണ്ടർ. ശരി, ഇതിൽ ഏറ്റവും കൂടുതൽ പിണക്കുള്ള ആളാരാ? സത്യസന്ധത. താരയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഐ ലവ് യു ഏറ്റവും കൂടുതൽ പറയാറുള്ളത് ഒരു ദിവസത്തിൽ? നിങ്ങൾ രണ്ടുപേരും ഇതുവരെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്ത് ഈ 5 വർഷത്തെ പ്രണയം? ടീമിന് ഐ ലവ് യു പറയാൻ ഇംഗ്ലീഷിൽ അറിയില്ല. ഐ ലവ് യു എന്ന് പറയാറില്ലേ? അതെന്താന്ന് ചോദിക്കട്ടോ. ആവശ്യമുണ്ട് അല്ലേ? ഇന്ന് പറയണ്ടേ? ആവശ്യമുണ്ടോ ഇല്ലേ? വല്ലപ്പോഴൊക്കെ ഒരു ഐ ലവ് യു പറയണ്ടേ? ഒരു പരിപാടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഐ ലവ് യു ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്താ ഒന്ന് പറയും? റൊമാൻറ്റിക് ആയിട്ട് ഒരു ഐ ലവ് യു കടക്കെ താഴ്ത്തി പിടിക്കും. ഇംഗ്ലീഷിൽ ഐ ലവ് യു. എന്നോടോ? ഐ ലവ് യു. തിരിച്ചും ഐ ലവ് യു 3. ശരി, ഇതിൽ ഏറ്റവും കൂടുതൽ പിശുക്ക് കാണിക്കുന്നത് ആരാണ്? ശരി, ഇനി അടുത്തത്. നമ്മള് ഇന്നത്തെ ദിവസം നിങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല, എന്നാൽ പോലും 4 കുട്ടികൾ വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ഇതിൽ ആഗ്രഹിക്കുന്നത് ആരാ? അല്ല, നിങ്ങളുടെ ഫാമിലി പ്ലാനിങ് എനിക്കറിയില്ല. ഞാൻ വെറുതെ ചോദിച്ചതാ. 4 കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടേ? എപ്പോഴും സ്റ്റാർ ലോജിക്കിൽ നിൽക്കുക. ഇത് പറയൂ, 4 കുട്ടികൾ വേണമെന്നാണോ ആഗ്രഹം? ഇപ്പൊ മാറിയതാ. സമയം 9:47. ഇന്നത്തെ ഫ്രഷ് ആട്ടോ. ശരി, ഇനി അടുത്തത്. ഫസ്റ്റ് നൈറ്റില് ഏറ്റവും ആദ്യം കിടന്നുറങ്ങാൻ പോകുന്നതാരാ? ഓ, ഭയങ്കര കോൺഫിഡൻസ് രണ്ടുപേരും ഉറക്കായിരിക്കും. അപ്പൊ ഇന്നത്തെ നമ്മളെല്ലാം പ്ലാൻസ് ചുറ്റിപ്പോയിട്ട് 2 പേരും ഉറങ്ങാൻ പോവാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോകും. എനിക്ക് അമ്മച്ചിയും കൂടെ വേണം. അമ്മച്ചി ഇവിടെ ഉണ്ട്. അമ്മച്ചിയുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചോട്ടെ. അമ്മച്ചി, മരുമകൾക്ക് ആദ്യമായിട്ട് വെച്ചു കൊടുക്കാൻ പോണ കറി എന്താ അമ്മച്ചി? മരുമകൾക്ക് ഏറ്റവും ആദ്യം വെച്ചു കൊടുക്കാൻ പോണ കറി എന്താ? കക്ക വറുത്തത്. ആഹാ, ഭയങ്കര ഇഷ്ടമാണ്. നല്ല അമ്മച്ചി ഇപ്പോഴേ പ്ലാൻഡ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യുന്ന സമയമായിരിക്കാണ്. 3 ചോദ്യത്തിന് അവർ 2 പേരും കറക്റ്റ് ആൻസർ തന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ താരയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ടീമിനും എല്ലാവരും ആശംസകളും നേരിടുന്നത് കൈഡി. അതുപോലെ തന്നെ ടീമിനെയും അമ്മച്ചിയും നിങ്ങൾ സ്വീകരിച്ച പോലെ ഇനിതാ ഇപ്പൊ യൂട്യൂബിൽ ഒരുപാട് പേര് കാണുന്നുണ്ട്. ഇവരുടെ ലൈഫിൽ ഒരാളും കൂടെ എത്തിയിട്ടുണ്ട്. താരം കൂടെ നിങ്ങളെ സ്വീകരിക്കാം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ സിനിമ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരുമിച്ച് പടം ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ അമൃതപുരത്തോടെ ഇരുന്നില്ല. അത് ഞാൻ കൊടിമരം ബഷീറും ഇവനെന്റെ വിലക്കിയുടെ കോൾക്കാറ്റിലെ ക്യാരക്ടറാണ് ചെയ്തിരുന്നത്. കൊരട്ടിപ്പണം റെയിൽവേയിലാണ് സിനിമയുടെ പേര്. അതായത് മനസ്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. അതായത് നമ്മുടെ ബിനീഷ് ചേട്ടൻ്റെ അവിടെ നിന്നും വന്നിട്ടുള്ള ആളുകൾ ബസ്, നമ്മുടെ ആദ്യത്തെ ബസ് 9 പുറപ്പെട്ടായിരുന്നു. അത് വെയിറ്റ് ചെയ്തിട്ടാണ് പോകാനുള്ളവർ എത്രപ്പെടുന്ന 9 ആദ്യത്തെ ബസ്
ബസ്സിൽ കയറാനായിട്ട് ആദ്യത്തെ ബസ്സിൽ പോകാനുള്ള ആളുകൾ ദയവ് ചെയ്ത് നമ്മൾക്ക് നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു.